ഇത്രമേലെന്നെ സ്നേഹിച്ചു, ഇതത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും കാരുരുമ്പാണിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം. ഇത്രമേലെന്നെ സ്നേഹിച്ചു, ഇതത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9 അതിൻ്റെ 4-5 വാക്യങ്ങൾ. 9-ാം അധ്യായം 4-5. അവൻ നിലത്തു വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. യേശു കർത്താവ് മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് സകല വേദന അനുഭവിച്ച് എല്ലാവരുടെയും ശിക്ഷ സ്വയം ഏറ്റെടുത്ത് അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു അനുഭവിച്ച വേദന അതിഭീകരമായിരുന്നു, അതികഠിനമായിരുന്നു. കർത്താവ് ഇന്ന് മുറിപ്പാടുകളുമായി ആണിപ്പെഴുത്തേറ്റ കരവുമായി പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്കായി ജീവിക്കുന്നു. ഒരു മധ്യസ്ഥനായി, മഹാപുരോഹിതനായി യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കായും ജീവിക്കുന്നു. ഈ നമ്മൾ വായിച്ച ഭാഗത്ത് പൗലോസിൻ്റെ മനംതിരിവിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിച്ചപ്പോൾ, അതാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്, ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. എന്നിട്ടാണ് അവൻ പ്രയാണം ചെയ്ത് യാത്ര ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നുന്നു. അവൻ പെട്ടെന്ന് നിലത്ത് വീഴുകയാണ്. എന്നിട്ടൊരു ശബ്ദം കേൾക്കാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്. വാസ്തവമായും യേശു കർത്താവിനെ ഡയറക്റ്റ് കർത്താവിനെ ഉപദ്രവിക്കുന്നില്ല ഇവിടെ. ഇതിനെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും അന്നത്തേതുപോലെ യേശുവിൻ്റെ കരങ്ങളിൽ ആണി അടിക്കാൻ പറ്റത്തില്ല.
എന്നാലും നമ്മൾ ഇന്ന് യേശുവിനെ വേദനിപ്പിക്കുന്നുണ്ടോ? വേദനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടോ? യേശുവിൻ്റെ ശിഷ്യൻ യൂദായും യേശുവിനെ ഒറ്റുകൊടുത്തു. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. അപ്പം ഇന്ന് നമ്മൾ യേശുവിനെ തള്ളിപ്പറയുന്ന സ്ഥാനങ്ങളിലൊക്കെ യേശുവിനെ മുറിവേൽപ്പിക്കുന്നവരല്ലേ? ഇങ്ങനെയൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യനിർമ്മിതമായ ഉണ്ടാക്കിയ എന്തെങ്കിലും സാധനം സ്വർഗത്തിലുണ്ടോ എന്നൊരു ചോദ്യമാണ്. മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും ഒരു സാധനം സ്വർഗത്തിലുണ്ടോ? അത് യേശുവിൻ്റെ കയ്യിലെ മുറിവ് മാത്രമാണ്. മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ഏറ്റ മുറിപ്പാടുകളാണ്. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏറ്റതാണ്. എന്നാൽ ഇന്ന് നമുക്ക് യേശുവിനെ ക്രൂശിക്കാൻ കഴിയുമോ? വേദനിപ്പിക്കാൻ കഴിയുമോ? യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ 1 യോഹന്നാനിൽ പറയുകയാണ്, പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെ നിങ്ങളെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാണ്. എന്നിട്ട് പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മളിൽ തികഞ്ഞിരിക്കുന്നു. നമ്മൾ അന്യോന്യം സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കുന്നത്, അവൻ്റെ സ്നേഹം നമ്മളിൽ തികഞ്ഞുമിരിക്കുന്നത്. എന്നിട്ട് പറയാം, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. എന്നിട്ട് പറയാണ്, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. എന്നിട്ട് പറയണം, തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം നമ്മെ സ്നേഹിച്ചു. ശൗലിനോട് കർത്താവ് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, നീ എന്നെ ഉപദ്രവിക്കുന്നു. വാസ്തവമായിട്ട് ശൗല് നേരിട്ട് കർത്താവിനെ ഉപദ്രവിച്ചില്ല. ഇത് നമുക്ക് യേശുവിനെ നേരിട്ട് ഉപദ്രവിക്കാൻ കഴിയുമോ? യേശുവിനെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിച്ചാൽ മതി. യേശു പ്രിയപ്പെടുന്നവരെ ഉപദ്രവിച്ചാൽ മതി. അവർക്കെതിരെ നിന്നാൽ മതി. അവരെ സ്നേഹിക്കാതിരുന്നാൽ മതി. അത് യേശുവിനുള്ള മുറിപ്പാടാകും. യെസ്, സ്വർഗത്തിലൊരു മനുഷ്യനിർമ്മിതമായൊരു സാധനമുണ്ട്. അതെന്താണ്? അത് മനുഷ്യൻ യേശുവിൻ്റെ കരങ്ങളിൽ തീർത്ത മുറിപ്പാടുകളാണ്. അതുമാത്രമേ മനുഷ്യനിർമ്മിതമായി സ്വർഗത്തിലുള്ളൂ. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള നിമിഷങ്ങൾ, ആയുസ്സുകൾ ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കാമെങ്കിൽ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പോൾ അത് യേശുവിനെ മുറിപ്പെടുത്തും. അതാണ് ഇവിടെ പറയുന്നത്. യേശു പറയാണ്, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസ് ആകാശത്തുനിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു. അപ്പം ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നേരിട്ട് യേശുവിനെ അവൻ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ യേശു പറയണം, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അത് യേശുവിനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. നിങ്ങളൊരാളെ വെറുക്കുന്നുവെങ്കിൽ അത് യേശുവിനെ വെറുക്കുകയാണ്. നമുക്ക് യേശുവിനെ സ്നേഹിക്കാം, നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും കർത്താവിന് മുറിവുകളെ ഏൽക്കാതെ സൂക്ഷിക്കാൻ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിത പങ്കാളിയുമായി, കുഞ്ഞുങ്ങളുമായി, നമ്മുടെ സഭയിലുള്ളവരുമായി, സമൂഹത്തിലുള്ളവരുമായി, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അങ്ങനെ സ്നേഹിക്കുന്നതിലൂടെ യേശുവിനെ സ്നേഹിക്കാൻ എല്ലാവർക്കും ഇടയാക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. കർത്താവിനെ ഇനിയും മുറിപ്പെടുത്താതെ മറ്റുള്ളവരെ സ്നേഹിച്ച് ആ സ്നേഹത്തിലൂടെ കർത്താവിനെ സ്നേഹിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിന് അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ.
ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിൻ യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും വാണിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്ക ആശിച്ചതല്ലയോ അരോദനം. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, അതെത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ